ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് ശനിദശ. ശനിയുടെ അപഹാരമുണ്ടായ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മരണകാരകനാണ് ശനിയെന്ന വിശ്വാസത്താലാണ് എല്ലാവരും ശനിദശയെ ഭയക്കുന്നത്. എന്നാൽ മകരം, കുംഭം, തുലാം, കർക്കിടകം എന്നീ രാശിയിൽ നിൽക്കുന്ന ശനി താരതമ്യേന ദോഷം പ്രദാനം ചെയ്യാറില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. മകരം, കുംഭം, തുലാം, കർക്കിടകം എന്നീ രാശിയിൽ നിൽക്കുന്ന ശനി ശുഭഫലങ്ങൾ നൽകും, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. എന്നാൽ ദുസ്തനും നീചസ്ഥിതി നവാംശകങ്ങളോട് കൂടിയവനും പാപായുക്തനും മായ ശനിയുടെ ദശയിൽ ദോഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നും ജ്യോതിഷം വ്യക്തമാക്കുന്നു. ശുഭദൃഷ്ടിയും ശുഭഗ്രഹ മധ്യസ്ഥിതിയും ഉണ്ടെങ്കിൽ തദ്ദോഷങ്ങൾക്ക് ശക്തി കുറയും. ശനിദശയിലെ അപഹാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ശനിയുടെ അപഹാരകാലത്ത് രാജകോപവും വിഷം, ആയുധം, രോഗം, അതിസാരം ഇവ കൊണ്ടും ഉപദ്രവങ്ങൾ ഉണ്ടാകാം. മധ്യകാലത്ത് കള്ളന്മാരിൽ നിന്നും സ്വന്തം ദേശത്തിൽ നിന്നും അപമാനവും മനോദുഃഖങ്ങളും സംഭവിക്കും. അപഹാരത്തിന്റെ അവസാന കാലത്ത് ഭൂമിലാഭം, ഗ്രാമലാഭം എന്നിവയും ഉണ്ടാകും. 2, 7 എന്നീ ഭാവാധിപത്യമുള്ള ശനിയാണെങ്കിൽ അപമൃത്യു സംഭവിക്കാൻ ഇടയുണ്ട്. പരിഹാരമായി മൃത്യുഞ്ജയ ജപം അനുഷ്ഠിക്കണമെന്നും ജ്യോതിഷികൾ പറയുന്നു. ശനിദശയിൽ ബലവാനായ ബുധന്റെ അപഹാരത്തിൽ വിദ്യ, കീർത്തി, ധനം എന്നിവയുടെ ലാഭവും വാഹന ഗുണവും പുണ്യക്ഷേത്ര ദർശനവും സുഖവും ധനലാഭവും ശരീരസുഖവും ഇഷ്ടവാർത്താ ശ്രവണവും ഉണ്ടാകും. വിപലത ഉണ്ടെങ്കിൽ ദോഷഫലവും അനുഭവിക്കും. കേതു അപഹാരത്തിൽ സ്ഥാനഭ്രംശവും ഭയവും ദാരിദ്ര്യവും ബന്ധനവും ഭാര്യാപുത്ര വിനാശവും അന്യദേശ ഗമനവും സംഭവിക്കും. ശുക്രാപഹാരത്തിൽ ഭാര്യാപുത്രന്മാർ, ധനം, ആരോഗ്യം എന്നിവയ്ക്ക് പുഷ്ടിയും ഇഷ്ടവസ്ത്രലാഭം, വാഹനലാഭം, പ്രമോഷൻ ലഭിക്കുക, വാർത്താശ്രവണവും ഉണ്ടാകും. സൂര്യാപഹാരത്തിൽ സൂര്യൻ ദുസ്ഥാനനെങ്കിൽ ഹൃദ്രോഗം, മാനഹാനി, മനോദുഃഖം, ഉഷ്ണജ്വരം, ഇഷ്ടജന വിയോഗം എന്നിവയും ദുസ്തനും ബലവാനുമാണെങ്കിൽ ആരോഗ്യപുഷ്ടിയും സ്ഥാനമാന ലബ്ധിയും രാജാവിങ്കിൽ നിന്ന് സമ്മാനവും ലഭിക്കുന്നതാണെന്നും ജ്യോതിഷികൾ പറഞ്ഞു വെക്കുന്നു. ചന്ദ്രാപഹാരത്തിൽ ചന്ദ്രൻ ദുർബലനാണെങ്കിൽ അപഹാരം വളരെ കഷ്ടതരവും ധനനാശവും പ്രയത്നത്തിന് ഫലമില്ലായ്മയും അമ്മയ്ക്ക് രോഗവും വിവിധതരം രോഗങ്ങളും ഉണ്ടാവുകയും ബലവാനായാൽ ശുഭഫലങ്ങൾ ഏറെയുമിരിക്കും. ശുഭസ്ഥാനാസ്ഥിതനും ബലവാനുമായ ചൊവ്വയുടെ അപഹാരകാലത്ത് രാജപ്രീതിയും വിശിഷ്ട വാഹന ലാഭവും